അമ്മമ്മ, ഇന്ന് ഹമീദ് എന്നോടൊരു കാര്യം ചോദിച്ചു. എടാ, നിന്റെ അമ്മാമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ആശുപത്രി ഉണ്ടാക്കി വെച്ചു. നീ ആയിട്ട് നിന്റെ അമ്മാമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അതൊന്നും നീ സാരമാക്കണ്ട. ഞാൻ സാരമാക്കും. ഞാൻ അമ്മാമ്മയുടെ വലങ്കയായിട്ട് നിൽക്കേണ്ട ആളല്ലേ. അമ്മാമ്മ ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യാനുള്ള സമയമാണോ ഇത്? ഞാനും പിന്നെ ആലോചിച്ചു, നീ റിലാക്സ് ചെയ്യേണ്ട പ്രായമായത്. ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ നടക്കാനൊക്കൂ. നാളെ പെണ്ണ് കെട്ടി കുട്ടികളൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞാ വിട്. അമ്മാമ്മ പറഞ്ഞിട്ടും ജോയിൻ ചെയ്യാത്ത അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. മോൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇനിയുള്ള രാത്രികളിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല. ഞാൻ ആശുപത്രി ജോലി ചെയ്യും. മക്കളെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പോവാണോ? ഇന്നു മുതൽ. നീയാണ് കാരണം. എനിക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഈ KD ജെയിംസിനെ ഓർമ്മയുണ്ടോ? കൊള്ളാം. അതേ ഉശിര്, അതേ വാശി. അതേ ആലീസ്, അതേ അതേ ആലീസ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പോയി ഷർട്ട് ഇടൂ. ഓ, ഐ എം സോറി. ഏത് ഷർട്ട്? എനിക്ക് കാപ്പി ഇഷ്ടമാണ്. കാപ്പി കളറും ഇഷ്ടമാണ്. ഓർമ്മയുണ്ടോ കോളേജ് ഡേക്ക് എന്റെ ഡാൻസ് കഴിഞ്ഞപ്പോ ഗ്രീൻ റൂമിലേക്ക് ഓടി വന്നത്? മെഡിക്കൽ സമരത്തിൽ കല്ലേറ് കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ 1/2 ഡസൻ ഓറഞ്ചുമായി എന്നെ കാണാൻ വന്നത്. എന്റെ അനിയന് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങാൻ വേണ്ടി എന്നോടൊപ്പം ബിഷപ്പ് പാലസിൽ വന്നത്. ഉണ്ട് ഉണ്ട്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. വി വെർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നമുക്കിതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കണം. ഇനിയുള്ള നൈറ്റ് ഡ്യൂട്ടികൾ അതിനുള്ളതാണ്. ആശുപത്രിയിലോ രോഗികൾക്കിടയിലോ? എന്റെ ആശുപത്രിയിൽ രോഗികളില്ല. എല്ലാവർക്കും ആഹ്ലാദം. ഡോക്ടർക്ക് ആഹ്ലാദം, സിസ്റ്റർക്ക് ആഹ്ലാദം, രോഗിക്ക് ആഹ്ലാദം, രോഗിക്ക് കൂട്ടിരിക്കുന്നവർക്ക് ആഹ്ലാദം. എന്തിന്? പ്രാണരക്ഷാർത്ഥം ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾക്കും ആഹ്ലാദം. നാളെ വിളിക്കൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ദിസ് ഇസ് വെരി ബാഡ്. അച്ചടക്കം എന്ന് പറയുന്നത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. 9 മണിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യേണ്ട സ്റ്റാഫ് നഴ്സ് 9 മണിക്ക് ജോയിൻ ചെയ്തിരിക്കണം. വെരി സാലീസ്. ഇന്ന് ഞാനാണ് ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടിക്ക്. അതങ്ങനെ? ഇന്നലെ അവരായിരുന്നല്ലോ. അത് മാഡം ഫോൺ ചെയ്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തതാ. ഓ, അത് ശരി. അയ്യോ കഷ്ടം. നീ ലണ്ടനിലല്ല, എവിടെ പോയി പഠിച്ചിട്ട് എന്താ കാര്യം? നീ മനസ്സിൽ കണ്ടത് അമ്മമ്മ മരത്തെ കണ്ടില്ലേ? ആ, നീ എന്താ പറയാനുള്ളത് പറഞ്ഞത്? ആ, അളിയൻ ദേഷ്യപ്പെടില്ല. കാര്യം പറ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആ, നിന്റെ വീട്ടിലൊന്ന് കയറി. ആ. അപ്പൊ അവിടെ ഐഷ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ സമ്മതം കൂടാതെ കൂടാതെ ഐഷയ്ക്ക് ഒരു പ്രസന്റേഷൻ കൊടുത്തു. എന്ത് പ്രസന്റേഷൻ? പ്രസന്റേഷൻ എന്ന് വെച്ചാൽ ചെറിയൊരു സമ്മാനം. നമുക്ക് പോയി കാണാം. കമാൺ കമാൺ. ഐഷ, എന്താ ജോമന നീ കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇതെല്ലാം കുറച്ച് കൂടുതല മോനെ. അത് ഞാനല്ലേ ചെയ്യണ്ടേ.
സമ്മാനത്തിന്റെ മാത്രം വില നോക്കാൻ പാടില്ല. ഓക്കെ? എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അതേ ഞാനിപ്പോ ചെയ്തിട്ടുള്ളൂ. ഇനി എങ്ങാനും നോക്ക, എനിക്ക് കടലമ്മ മാത്രമേ ഉള്ളൂ എന്ന് എന്റെ മുമ്പിലെങ്ങാനും വെച്ച് പറഞ്ഞാലുണ്ടല്ലോ ഒട്ടിച്ച് നിന്റെ അളിയാ. ഐഷല്ലേ ചുമക്കുന്നത്? അതെ. നീ അവളെ കൊണ്ടൊന്ന് വിളിക്കും. ഐഷ, ഇങ്ങോട്ടിരിക്കും. ഇരിക്ക. ഐഷേ, നിനക്ക് എത്ര നാളായി ചുമ തുടങ്ങിയിട്ട്? കൂടെ കൂടെ വരും പോവും. പനി വരാറുണ്ടോ? ചിലപ്പം. നാക്ക് ചുമയ്ക്കുമ്പോ നെഞ്ചിനകത്ത് വേദന ഉണ്ടോ? ചുമക്കുമ്പോ നെഞ്ചിനകത്ത് നല്ല സുഖമാ. കയറി പോടിയത്. ഹമീദെ, ആരുടെ അസുഖം തമാശ എടുക്കാൻ പാടില്ല. നീ അവിടെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോ? നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം. നീ എന്ന് മുതൽ ആശുപത്രിക്ക് രോഗികളെ ചാക്കിട്ട് പിടിക്കാൻ തുടങ്ങിയത്? അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, ചിലപ്പോ ചോര തുപ്പും. പക്ഷെ തടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അത് ഈ കടക്കാരന്റെ കുഴപ്പമാണ്. ഹമീദെ, ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്നത് നീ കേക്ക്. തൽക്കാലം നീ വീട്ടിലേക്ക് പോ. ആ അമ്മാമ്മ പാവം വയസ്സായിരിക്കുക. ഉള്ള സമയം കുറച്ചു നേരം നീ അവരുടെ കൂടെ ഇരിക്കുക. ഇല്ല, കഷ്ടമാണ്. എന്നാ ഞാൻ പോയിട്ട് നാളെ രാവിലെ കൊണ്ടുവരാം. രാവിലെ ഞാൻ പൂന്തുറയ്ക്ക് പോകും. എന്നാ ഉച്ചയ്ക്ക് വരാം. താൻ ആരിലെങ്കിലും എന്തെങ്കിലും പ്രത്യേകത കണ്ടോ? കണ്ടു. എന്നാ അത് പറ. ആ പെൺകുട്ടിന്റെ കഴുത്തിലും കയ്യിലും 10-ലേറെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ അത് പറ. ഇതിനല്ലേ ഞാൻ ഇത്രയും ചോദിച്ചത്. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അവന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 30,000 രൂപ ഇന്നലെ അവൻ വിഡ്രോ ചെയ്തിരിക്കുന്നു. ഈ കാശ് എവിടെ പോയി എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മത്തന് കുത്തിയത് പടവലങ്ങിയാവൂ എന്നുവെച്ചാ മനസ്സിലായില്ല. അപ്പന്റെ മോൻ തന്നെന്ന്. ആര്, ജോമാൻ കുഞ്ഞോ? ആ, ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ആർക്കെല്ലാം എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ പൊക്കോട്ടെ. അയ്യോ, നാളെ രാവിലെ ഇങ്ങ് വരണം. അപ്പോ ജോമോ കുഞ്ഞിന്റെ റൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു വെക്കാം. അയ്യോ, നാളെ രാവിലെ എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഈ CID പണിയിൽ ഒന്ന് മാറ്റി പഴയ അറ്റൻഡർ പണിയിലേക്ക് ഒന്ന് മാറ്റാൻ പറ. ഒരു മനസമാധാനത്തിന് വേണ്ടിയാണ്. അതെല്ലാം അവിടെ തീരുമാനിക്കും. ചെല്ല്. അമ്മാമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 12 ഞാൻ ഉറങ്ങാൻ കിടന്നതാ. എന്റെ എന്തോ ഒരു കാര്യം ഇവിടെ വെച്ച് ഞാൻ മറന്നുപോയി. എന്ത് കാര്യം? എന്താണെന്ന് ഓർക്കുന്നില്ല. അതൊക്കെ നാളെ രാവിലെ സാവകാശം നോക്കാം. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങി. ഇല്ല മോനെ, ഞാൻ എന്തോ ഇവിടെ വെച്ച് മറന്നു. എനിക്കൊരു സംശയം. എന്താ കാര്യം പറ. ഒന്ന് നോക്കട്ടെടാ മോനെ. കുന്തം പോയാ കൂട്ടത്തിലും തപ്പണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ നോക്കിക്കോളാം. എന്നാലേ നീ വാ. ഇതാണ് ആ കാര്യം. ഇതല്ല കുഞ്ഞേ. ആണ് കുഞ്ഞേ. ദേ ഈ ബട്ടൺ നോക്കിക്കേ. ലോകത്ത് ആരെ വേണേലും സംശയിച്ചു, ജോമോനെ മാത്രം സംശയിക്കരുത്. ഓക്കെ? ഇനിയിപ്പോ സമാധാനം തുടങ്ങി. അതിഞ്ഞിതാ അമ്മമ്മ വെച്ചോളാം. എന്തിന്? അമ്മമ്മ വെച്ചോളാം മോനെ. എന്റെ പൊന്നമ്മേ. അയ്യോ, അല്ല. ഗുഡ് മോർണിംഗ്. വൺ സെക്കൻഡ്. നിങ്ങളുടെ പേര്? കെ ബഷീർ. നമ്മൾ ഇതിനു മുമ്പ് ഇല്ല. അല്ല, കടപ്പുറത്ത് വെച്ച്? ഇല്ല, കടപ്പുറത്ത് വെച്ചില്ല, എവിടെ വെച്ചില്ല. അതിനെ ഓർമ്മിപ്പിക്കണ്ട, അതങ്ങനെ നിന്നോട്ടെ. അതിന്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട് സാർ. ജോമോനെ, ആ ജോമോനെ, ആ നീ ഇഞ്ഞ് വന്നേ. ഈ കടപ്പുറത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ
നല്ല അന്തസ്സുള്ള ഒരു ബന്ധമുണ്ടോ നിനക്ക്? ഞാൻ 3 വർഷം ഈ നാട് വിട്ടു നിന്നുള്ളതുകൊണ്ട് എനിക്കിവിടെ ബന്ധങ്ങളില്ലാണ്ടൊന്നും അമ്മ വിശ്വസിക്കരുത്. എന്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. VIPs അല്ല, VVIPs. അത് നീ മാത്രം പറഞ്ഞാ പോരാ, അമ്മാമ്മയ്ക്കും കൂടെ ബോധ്യാവണം. അത് ഞാൻ അമ്മാമ്മ എങ്ങനെ ബോധ്യപ്പെടുത്തുന്നത്? ഈ വരുന്ന വെള്ളിയാഴ്ച മോന്റെ ബർത്ത്ഡേ ആണ്. നീ അവരെയൊക്കെ വിളിക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഒരു 19 ആൾക്കാർ കാണും. അതിനെന്ത്? അവർക്കെല്ലാം കാപ്പ് കൊടുക്കേണ്ടി വരും. കൊടുക്കാം. ചിലപ്പോ ഊണും കൊടുക്കേണ്ടി വരും. ഊണും കൊടുക്കാം. ഞാൻ വിളിക്കാം. പക്ഷെ വയസ്സുകാലത്ത് വേണ്ടാത്ത ഉണ്ടാക്കി വെക്കുക. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്തവണ മോന്റെ ബർത്ത്ഡേ അമ്മാമ്മ അങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ, നീ അവരെയൊക്കെ ഒന്ന് വിളിക്ക്, അമ്മാമ്മോടൊന്ന് കാണട്ടെ. എന്ത് ചെയ്യും? പറ. ഞാനാണ് അമ്മാമ്മയുടെ അടുത്ത് അറിയാതെ കയറി ഏറ്റും പോയി. എങ്ങനെങ്കിലും കുറച്ച് VIPs ഒപ്പിച്ചു പറ്റും. അമ്മാമ്മയുടെ മുമ്പിൽ നിനക്ക് ഇവിടുത്തെ കുറച്ച് VIP-കളുമായി ബന്ധമുണ്ടെന്ന് തോന്നിപ്പിക്കണം. അത്രല്ലേ ഉള്ളൂ. ആ. അത് ഞാൻ ചെയ്തുതരാം, മാന്യമായിട്ട് ചെയ്തുതരാം. ഓക്കെ, ഉം. നീ ഓടിച്ചല്ലേ പേഷ്യൻസ്. ഈ പേപ്പർ ഒട്ടിക്കാനോ വെളുപ്പിന് 5 മണിക്ക് എന്നെ വിളിച്ചോണ്ടെന്ന്? അതേടാ. താരുടെ പെരുന്നാൾ അമ്മച്ചിയിലെ. അല്ലടാ, നമ്മുടെ ജോമോൻ കുഞ്ഞിന്റെ അമ്മാമ്മ ഒറ്റയ്ക്കായതിനു ശേഷം ആദ്യമായിട്ടാ ഈ വീട് ഇങ്ങനെ ഒന്ന് അലങ്കരിച്ച് കാണുന്നേ. ഹലോ ജോമോനെ, ജോമോനെ, ദേ നിന്നെ ടെലിഫോണിൽ SP വിളിക്കുന്നു. SP അല്ല, നിന്റെ അമ്മായിയപ്പൻ. വേണ്ടാത്ത കൂനാങ്കുരുക്കൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവനാ പാട്. നിനക്ക് നിന്റെ വീട്ടിൽ ഒരു മഹത്വം കൽപ്പിച്ച് കിട്ടുന്നത് വരെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പല VIP-കളും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ജാഗ്രത. താങ്ക് യു. ഹലോ, ഡോക്ടർ ജെയിംസ് വർഗീസ് ഉണ്ടോ? ആരാ? കളക്ടറാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വിളിക്കാം. ജോമോനെ, ദേ ഒന്ന് എണീറ്റേ, നിന്നെ കളക്ടർ വിളിക്കുന്നു. വാട്ട് നോൺസെൻസ്. കളക്ടറൊക്കെ വരുമായിരിക്കും. ആ ഹലോ. നീ ഇത് എവിടെ പോയി കിടക്കുക? നിനക്ക് ആ ഫോൺ എടുത്തിരുന്നൂടെ? വേണമെങ്കിൽ മന്ത്രിതലത്തിൽ വരെ പോവാം. പക്ഷെ നിന്റെ അമ്മാമ്മ വിശ്വസിക്കുവോ? എടാ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കളക്ടറാ. ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ. നീ ഇവിടെ നിന്ന് വന്നേച്ചു പോ, അമ്മാമെന്ന് കണ്ടേച്ചു പോ. വെടിയോ എവിടെ? തേങ്ങ കൊല വെക്കോടെ. ഓൾ റൈറ്റ്. ജോമോനെ, നിനക്ക് ഈ കളക്ടറിനെ എങ്ങനെ അറിയാം? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോ ക്ലാസ്സിൽ എല്ലാം ജോസഫ് ഉണ്ടായിരുന്നു. ആ ജോസഫാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വലിയ കളക്ടർ. അപ്പം ഇനിയും ഉണ്ട്. ജ്യൂസ് വേണ്ടേ കുറിപ്പേ? ആവാം. ഇപ്പൊ തന്നെ ചായയും കാപ്പിയും ഉണ്ട്, അതിന്റെ കൂടെ ഇനി ജ്യൂസും വേണം. പോരാ പോരാ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ഫോൺ ഇതെന്ത് മരണ ഫോണാ? 10-20 ആയല്ലോ. ഒട്ടും വയ്യ. ഹലോ, ഡോക്ടർ ജെയിംസ് വർഗീസ് ഉണ്ടോ? ഞാൻ സിനിമാ നടി സുഹാസിനിയാ. മദ്രാസിനെ വിളിക്കുക. ജോമോനെ, ഉം. സുഹാസിനി വിളിക്കുന്നു. നടി സുഹാസിനി. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഷോ, എന്താ മോനെ ഇത്? അമ്മാമ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെന്ന് പറഞ്ഞാൽ മതി. മോശമല്ലേ? മതി. മോനെ, ഞാൻ ഇത് ഞാൻ ഇപ്പൊ അവരോട് എങ്ങനെ പറയും? മതി 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 മതി. അല്ല, ഒരെണ്ണം സ്ഥലം വെച്ചതൊക്കെ മതി. അങ്ങോട്ട് ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങാൻ. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അങ്ങോട്ട് മാറി. ജോമോനെ, എന്താ ഇത്? ഉം. ബർത്ത്ഡേ ആയിട്ട് കിടന്നൊരു ഉറക്കം. എഴുന്നേറ്റേ, എഴുന്നേക്കാൻ. ജോമോനെ, നിനക്ക് ഈ സുഹാസിനെ എങ്ങനെ അറിയാം? എനിക്ക് അവളെ വലിയ ഇഷ്ടാ. അമ്മാമ, ഞാൻ രണ്ടിനും താമസിക്കുമ്പോഴേ ആ. ആ ഫ്ലാറ്റിൽ ഒരു കൃഷ്ണയ്യരുണ്ട്. ഉം. ആളൊരു ബുദ്ധൂസാണ്. അയാളുടെ ഞങ്ങളുടെ അമ്മാവിന്റെ അപ്പച്ചൊരു അങ്ങനെ ബന്ധപ്പെട്ട ഒരു പെണ്ണായി ഈ സുഹാസിനി. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. മണി 9:30 കഴിഞ്ഞല്ലോ. ഇനി ആരെയും കണ്ടില്ലല്ലോ മോനെ. ഇനിയിപ്പോ ആരെയും കാണുമെന്ന് കരുതണ്ട. അയ്യോ,
ദേ 10-50 പേർക്കാ ഞാൻ അപ്പവും മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരാ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ടത്. അപ്പൊ അമ്മാമയ്ക്കാണ് നിർബന്ധമുള്ള VIP-സിനെ മുഴുവൻ എന്റെ ബർത്ത്ഡേ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം. ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ SP-യെ വിളിച്ചു, കളക്ടറെ വിളിച്ചു, സുഹാസിനെ വിളിച്ചു. അവർ ചെയ്യാനുള്ള അവരും ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എന്നെ തിരിച്ചിങ്ങോട്ട് ഫോണിൽ വിളിച്ചു. ഒരു ബർത്ത്ഡേക്ക് വിളിക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണോ അമ്മാമ? അമ്മാമ്മയും ഞാനും കൂടെ അവരുടെ വീട്ടിൽ പോവുക, അവരെ പേഴ്സണലായി ഇൻവൈറ്റ് ചെയ്യുക, അതൊക്കെയല്ലേ മാനേഴ്സ്? ഇനിയിപ്പോ അപ്പവും മുട്ടയൊക്കെ എന്ത് ചെയ്യും? അതോർത്ത് വിഷമിക്കണ്ട. ഇഷ്ടം പോലെ സിൽബന്ധികൾ ഇരിക്കുകയല്ലേ ഇവിടെ. ഞാൻ അവരോട് പറഞ്ഞ് ഏർപ്പാടാക്കാം. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തീർത്തോളാൻ പറയാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ ഞങ്ങളെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം ഒത്തിച്ച് തീർന്നല്ലോ. ആരാ ഒട്ടിക്കാൻ പറഞ്ഞു? നിങ്ങളെല്ലാം ഇവിടെ ചേർന്ന് അമ്മാമ ഇങ്ങനെ വഷളാക്കുന്നു. 50 പേർക്കുള്ള ആഹാരമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 2 പേരും കൂടെ ചേർന്ന് അത് ഫിനിഷ് ചെയ്തു. ഓക്കെ? 2 പേരും കൂടിയാണല്ലേ? ഞാൻ വിചാരിച്ച് തനിച്ചാണെന്ന്. അപ്പൊ ചേട്ടാ കൈ എഴുതുന്ന സ്ഥലം എവിടെയാണ്? ഒന്ന് കാണിച്ചു തന്നെ. അപ്പൊ 5 മണിക്ക് വന്ന ഏതായാലും ഇപ്പം മുതലായി.